ഇന്ന് നമുക്ക് തറവാടുകളിലും മറ്റും ഉണ്ടാക്കുന്നത് പോലെയുള്ള നല്ലെണ്ണയിൽ വറുത്തെടുത്ത നെല്ലിക്ക കൊണ്ട് ഒരു അച്ചാറുണ്ടാക്കാം. ഇതിനായി 1/2 കിലോ നെല്ലിക്ക നന്നായി കഴുകി ഒരു പാനിൽ നല്ലെണ്ണ ഒഴിച്ച് ബ്രൗൺ നിറമാകുന്നതുവരെ മൂപ്പിച്ചെടുക്കാം. നെല്ലിക്ക ഒരു പാത്രത്തിലേക്ക് മാറ്റി 3 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അരമണിക്കൂർ അടച്ചു വയ്ക്കാം. നെല്ലിക്ക വറുത്തെടുത്ത അതേ പാനിലേക്ക് 4 കഷ്ണം കായം ഇട്ട് മൂപ്പിച്ചെടുക്കാം. കായം മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഉലുവ കൂടി ചേർത്ത് രണ്ടും കൂടി നന്നായി മൂപ്പിച്ചെടുക്കണം. വറുത്തെടുത്ത കായത്തിനും ഉലുവയോടുമൊപ്പം 1 സ്പൂൺ കടുകും കൂടി ചേർത്ത് മിക്സി ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇനി നേരത്തെ നെല്ലിക്ക വറുത്തെടുത്ത അതേ എണ്ണയിലേക്ക് തന്നെ 1 സ്പൂൺ കടുക് പൊട്ടിച്ച് 2 വറ്റൽമുളക് കീറിയിട്ട് 1 പിടി കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 3 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കിയെടുക്കാം. ഈ സമയം സ്റ്റൗ ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് തയ്യാറാക്കി വെച്ച വറുത്ത നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് 2 സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നേരത്തെ പൊടിച്ചെടുത്ത് വെച്ച കായവും ഉലുവയും കടുകും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ വറുത്ത നെല്ലിക്ക കൊണ്ടുള്ള അച്ചാർ തയ്യാറായി കഴിഞ്ഞു. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ അച്ചാർ വളരെ ടേസ്റ്റിയും ദീർഘനാൾ സൂക്ഷിച്ചു വയ്ക്കാവുന്നതുമാണ്.